നല്ല ആഹാരമായിരുന്നു. നല്ല ആഹാരമായിരുന്നു. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, അതിന്റെ പിറകെ ഇറങ്ങിപ്പോയി എന്തിനീ? പിന്നെ കൈ പൈസ ഉണ്ടോ കൊടുക്കാൻ? പൈസ നമ്മൾ എവിടെയെങ്കിലും കൊടുക്കണ ചരിത്രം ഉണ്ടാ? അതാ കൈ കഴുകി കഴിഞ്ഞാൽ അപ്പോഴും ഇറങ്ങി ഓടിക്കണം. നമ്മൾ പാഴ്സൽ എവിടെ വെച്ചിരിക്കും നമുക്ക് കഴിക്കാനുള്ള? നമുക്ക് കഴിക്കാനുള്ള പാഴ്സൽ ആ കടയിൽ അന്യ എടുക്കാൻ പോണ്ടെങ്കിൽ പൈസ കൊടുക്കേണ്ടി വരും. പിന്നെ നമ്മൾ പോട്ടെ അല്ല, നമ്മൾ ഞാൻ അതല്ല ചിന്തി. ഇത് മറ്റേ ഹിമയുടെ വീടല്ലേ? വണ്ടിയാരെ? അത് പിന്നെ പറഞ്ഞ കണക്ക് വണ്ടിയാക്കുള്ളത്. ഹിമയ്ക്ക് വണ്ടി ഇല്ലല്ലോ. ഹിമയ്ക്ക് വണ്ടിയില്ല. വേറൊരു വണ്ടി ഇവിടെ ഇരിക്കണമെങ്കിൽ പിടി കിട്ടിയോ? ആളകത്തുണ്ട്. ഹിമയല്ല, അവളെ കള്ളക്കാമുവൻ അകത്തുണ്ട്. ഫോൺ ബില്ലെടുക്കണില്ല. ഫോൺ കേട്ടത് കേട്ടാ ഇപ്പൊ എടുക്കുന്നില്ല. പക്ഷെ അവൾ അങ്ങനെയുള്ള ഒരു പെണ്ണല്ല. ആര് പറഞ്ഞു? എവിടെ അങ്ങനെ അല്ലെന്ന് അവള്. ആര് പറഞ്ഞു? അങ്ങനെ അല്ല അവള്. മല്ല അങ്ങനെ അല്ല. നീ ചുമ്മാ അടങ്ങിയില്ലെന്ന്. അല്ലല്ല, ഞാൻ പറയാം അവളെ ഭർത്താവിനെ പറ്റി എനിക്കറിയാം. അവളെ ഭർത്താവിനെ. അവനെ എന്ന് പറഞ്ഞാൽ ഈ ഡെയിലി 6 ബിയർ കഴിക്കണം എന്നുള്ളത് കൊണ്ടും അവൻ്റെ പറഞ്ഞാൽ തിങ്കളാഴ്ച സുമ, ചൊവ്വാഴ്ച സന്ധ്യ, ബുധനാഴ്ച സിന്ധു, ഇങ്ങനെയാണ് അവൻ്റെ കാറ്റഗറി. ജീവിതം. അപ്പൊ ആ പെണ്ണ് അങ്ങനെ ഉള്ളതല്ല. ചിലവരങ്ങനെ ആഹാര സീരിയലും ഇല്ല. തിങ്കളാഴ്ച ചിന്ന സീരിയൽ, ചൊവ്വാഴ്ച ചിന്ന സീരിയൽ, അങ്ങനെയുള്ള ഇവന്റെ ഭാര്യ പിന്നെ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുന്നല്ല. പെണ്ണുങ്ങളെ പറ്റി അങ്ങനെ പറയരുത്. ആര്? സ്ത്രീകളെ പറ്റി അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പോയി അന്ന് കിട്ടിയതറിയാല്ലേ. ഞാൻ പറയല്ലേ, ഞാൻ പറയാനുള്ള മുഖത്ത് നോക്കി പറയാം. ആരെ മുഖത്ത്? ഇല്ല ഇല്ല ഇല്ല, മല്ലന് തെറ്റി. ഉണ്ടെന്നേ ഉണ്ടെന്ന് നോ നിഴല് കാണുന്നുണ്ടോ? കേറാൻ എന്തെങ്കിലും വഴി ഉണ്ടോ? വണ്ടി നോക്കിക്കുന്നു. ജനൽ തുറന്നാൽ നമുക്ക് നീ പോടേ. ഇതെന്ന് പറഞ്ഞാ ഈ സംഭവം കൈയോടെ പൊക്കിയ എന്റെ അളിയ ഇവിടുത്തെ നഗറിന്റെ സെക്രട്ടറി നമുക്ക് എനിക്കറിയാന്നുള്ള വെച്ച് ഞാൻ പറയാ. ആ പെണ്ണ് അങ്ങനെ അല്ല. എനിക്കറിയാലോ അങ്ങനെ അല്ലെന്ന്. അല്ല കാരണം ഒരു രാത്രി ഈ പെണ്ണ് അവളെ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്ന് ആ പെണ്ണിന്റെ അല്ലെന്ന് അമ്മാവി ഗ്യാസ് എന്തോ തുറന്നു വിട്ടെന്ന് പറഞ്ഞു. ആ അമ്മാവിക്ക് എന്തെങ്കിലും മറ്റേ ആരെങ്കിലും ഒരു ബന്ധം ഉണ്ടെങ്കിലാ അമ്മായിക്ക് അതുകൊണ്ടായിരിക്കും ഈ പെണ്ണിനെ അവിടെ നിർത്താൻ പറ്റിയില്ലെങ്കിലാ. ഞാൻ പറയട്ടെ, ഇവളെ അപഗീതം കണ്ടുപിടിച്ചപ്പോ അവര് ഗ്യാസ് തുറന്ന് വിട്ടെങ്കിലോ? അങ്ങനെ ചിന്തിച്ചൂടെ നമുക്ക്? ഇല്ല, എനിക്ക് അറിയാം ആ പെണ്ണിനെ. എനിക്ക് നല്ലതുപോലെ അറിയാം. മല്ല, നീ ആവശ്യമില്ലാത്ത ഉണ്ടാക്കി വെക്കരുത്. എനിക്ക് അന്ന് കിട്ടിയത് എന്നെ മുതുവൊക്കെ നല്ല ചുമ്മാ ഇങ്ങനെ സംഭവം. എനിക്ക് പിന്നെ കേറാൻ വല്ല വഴിയുണ്ടോ? പൊക്കാൻ പറ്റുമോ? സ്പോട്ടിൽ കയറും. മല്ല വേണ്ട, നീ ഓടും. എനിക്കാണ് കിട്ടുന്നത്. നീ അവിടെ ഇതേപോലെയായിരുന്നു. ആ പെണ്ണിന്റെ മുടിയിൽ ചെന്ന് പിടിച്ചിട്ട് എനിക്ക് അവിടെ നിന്ന് കിട്ടി. എത്ര ദിവസം ഞാൻ എണ്ണയിട്ടോണ്ട് നടന്നെന്നറിയാം. ഇതെന്റെ കുറ്റമാണ്. സ്പോട്ടിൽ ഓടാൻ പറഞ്ഞല്ലോ. മനസ്സിൽ PT ഉഷ മനസ്സിൽ അപ്പോഴേ നമ്മൾ ഓടണം. മല്ലൻ അറിയാല്ലേ, എനിക്ക് കാല് വയ്യ. ഞാൻ എങ്ങനെ ഓടും മല്ല? നീ നിന്റെ ഈ സ്ത്രീകളെ പറ്റിയുള്ള പറച്ചിൽ നീ പിണങ്ങിയാലും ശരി, ആ പെണ്ണ് അങ്ങനെ അല്ല. നിന്റെ ബന്ധുക്കാരാണോ കൊച്ചി? നിന്റെ ബന്ധുക്കാരാണോ? എനിക്കറിയാവുന്ന എന്റെ അപ്പൂപ്പന്റെ അമ്മൂമ്മേരെ അനിയത്തീരെ ചേഴാറീരെ ബന്ധുവാണ് ആ പെണ്ണ്. ഭീമ ഏറ്റവും അടുത്ത ബന്ധുവല്ലേ? അല്ല, പറഞ്ഞു വന്നപ്പോ ഏറ്റവും അടുത്ത ബന്ധുവാ. അപ്പൂപ്പന്റെ അടുത്ത ബന്ധു. പിന്നെ എന്നാലും ഇവിടെ ആളുണ്ടോ? എനിക്ക് ഇങ്ങനെയുള്ള സംഭവം കണ്ടിട്ട് ഈ കിരിയിരിപ്പായിരിക്കും. ഇരിക്കാൻ പറ്റത്തില്ല, ഉറക്കം വരത്തില്ല രാത്രി. ഇല്ല, മല്ലന് തോന്നലാണെന്ന്. ഇവിടെ ആളുണ്ടോ? അല്ലെങ്കിൽ വണ്ടി ഈ സ്കൂട്ടി കണ്ട കാര്യമില്ലല്ലേ? വണ്ടി ഇവിടെ, ഈ വണ്ടി ഇവിടെ വരണമെങ്കിലേ എനിക്ക് ഞാനൊന്ന് കേറി. ഞാനിപ്പോ പോവും. പിന്നെ ഞാൻ പോവും. എന്നെ പിന്നെ തിരിച്ചിറക്കുന്നാര്? അല്ല, ഞാൻ പോവും. ഇതൊക്കെ ഇത് ഒരു സത്യാവസ്ഥ. നമ്മൾ കേസിന്റെ പുറകെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന്റെ സത്യാവസ്ഥ തെളിച്ചിട്ട് നമ്മൾ പുറത്തു പോകാവും. നമ്മൾ ഈ നാടിനൊരു സേവനം ചെയ്യണം. പറയാൻ മനസ്സിലായോ? ഈ കൂടെ നിന്നാൽ മാത്രം മതി, ബാക്കി ഞാൻ നോക്കും. ഇതാ നിനക്ക് പറ്റുന്നത്. മാത്രം മതി, കിട്ടണല്ല എനിക്കല്ലേ. അത് ഓടണം. അതല്ലേ പറഞ്ഞു, എനിക്ക് ഓടാൻ വയ്യ. നിനക്ക് നീ എന്തിനാ ഓടാ? നിനക്ക് ഞാനും കൂടെ ശരിയാവൂല.
നമ്മൾ പിണക്കം നമുക്ക് ശരിയാവൂല. നമുക്ക് ഒരു കാര്യം ചെയ്യും, ബന്ധം വിട്ടാലോ? നമ്മൾ കുട്ടിക്കാലത്ത് ഒരുമിച്ച് പറഞ്ഞു നീ ഇടുന്ന കളർ ചെരുപ്പ് ഞാൻ ഇടും, നീ ഇടുന്ന കളർ ചെരുപ്പ് ഞാൻ ഇട്ടിട്ടുണ്ട്. നമ്മളെ രണ്ടുപേരും അല്ല വഴിയിൽ നിന്ന് നമ്മൾ തങ്ങളിൽ ഒന്നിച്ചതാണ്. അപ്പൊ ഇത് നമുക്ക് കാര്യം ചെയ്യാം, പെരുവഴി വെച്ച് നമുക്ക് പിരിയാം. നീ ചിന്തിക്കണം, നമ്മൾ വഴിയിൽ വെച്ച് നമ്മൾ ഒന്നിച്ച് വന്ന് സംസാരില്ല, നമ്മൾ ചെയ്യാത്ത ഒരു കള്ളത്തരമല്ല. ഞാൻ പറഞ്ഞതാ, ഈ പെണ്ണിന് ഒരേ കളർ ചെരുപ്പ്, ഒരേ കളർ നിക്കറ്, ഒരേ കളർ ഉടുപ്പ്, രണ്ടുപേർക്കും ആമ മോതിരം, കറുത്ത ചരട് രണ്ടുപേർക്കും. നിനക്ക് മുടിയുണ്ട്, എനിക്ക് മുടിയില്ല, മനസ്സിലായോ? എനിക്കില്ലാത്ത നിനക്കുണ്ടല്ലോ, നിനക്കില്ലാത്ത ഒന്ന് എനിക്കുണ്ട്, ബുദ്ധി. നിനക്കില്ലാത്ത ഒന്ന് എനിക്കുണ്ട്, ബുദ്ധി. ആ ബുദ്ധിയിലാണ് ഞാൻ പറഞ്ഞത്. ഇത് പിടിച്ച് നമ്മൾ എടുത്തു കഴിഞ്ഞതാ നമ്മൾ. ഞാൻ എന്റെ ബുദ്ധി വെച്ച് ഞാൻ പറയാം, ഈ പെണ്ണിന് ഇങ്ങനെ ഉള്ളൊരു ബന്ധമില്ല. ബന്ധമുണ്ട് ഞാൻ പറയുന്ന. നീ കൈ നിട്ടെ, നീ ഈ വിരൽ ഏതെങ്കിലും വിരൽ തൊട്ടെ, എപ്പം പറയാം, ഏതെങ്കിലും വിരൽ ബന്ധമുണ്ട്. ഈ പെണ്ണ് ബന്ധമുണ്ട്. നീ ഈ വിരൽ ഏതെങ്കിലും ഇഷ്ടമുള്ള വിരൽ തൊട്ടെ, ബന്ധമുണ്ട്. ഈ പെണ്ണ് ബന്ധമുണ്ട്. ഞാൻ നേരത്തെ ഇതാ ഉദ്ദേശിച്ചത്, ഇപ്പൊ രണ്ടാമത് ഞാൻ ഇതാ ഉദ്ദേശിച്ചത്. പെണ്ണ് ബന്ധമുണ്ട്, ഉറപ്പല്ല. ഞാൻ തീർത്ത് പറയാം, ഇല്ല. എന്റെ അളിയെ ഞാൻ പറയാം, ഈ ബന്ധം ഉണ്ട്, ആ ബന്ധമുണ്ട്. ഇല്ല മല്ല, ആ പെണ്ണ് അങ്ങനെ അല്ലെന്ന്, എന്റെ ബന്ധുവാണെന്ന്. മല്ല നമ്മള് റോട്ടിൽ കിടന്നതാണെങ്കിലും എന്റെ ബന്ധുവാണ്. ഞാൻ ഫോൺ എടുത്തായിരുന്നോ നോക്കട്ടെ. പെണ്ണങ്ങനെയല്ല മല്ല, അങ്ങനെയല്ല. എന്താ ഏട്ടാ, എന്താ പ്രശ്നം? അതെ, ഉള്ള പിള്ളേരായിരിക്കും. ഞാൻ നിങ്ങളെ ഒരു രണ്ട് പെൺപിള്ളേരാണ്. നമ്മൾ നിങ്ങളോട് പറയുന്ന ചില പരിമിതി ഉണ്ട്, ചില സെൻസറിങ് ഉണ്ട്. ഈ വീട്ടിലെ പെണ്ണൊറ്റയ്ക്കേ ഉള്ളൂ, ഭർത്താവ് പിണങ്ങിപ്പോയി. ഇവിടെ വേറെ ആരും ഉണ്ട്, അവർ തമ്മിൽ ബാക്കി ഊഹിച്ചോ. ഈ വീട്ടിലെ ഈ വീട് എന്നെ പറയുന്നേ. പിന്നെ ഈ വീട് എനിക്കത് ഞാൻ കണ്ടതാ, കേറിപ്പോന്ന് ഞാൻ കണ്ടതല്ലേ. ഹിമ, ഹിമ ഈ വീട്ടിലെ ഹിമയെ നിങ്ങൾക്ക് അറിയാമോ? പിന്നെ എന്റെ ബന്ധുവല്ലേ. എനിക്കറിഞ്ഞൂടാ, എന്റെ ബന്ധുവാണ്. ഇതാരാ? ഞാൻ കണ്ടിട്ടൊന്നുമില്ല. അതെ ഹിമയെ, എന്തായാലും അവിടുത്തെ പയ്യനും പോവാ, പെണ്ണവിടെ ഉണ്ട്. പെണ്ണ് ഞാൻ കാണിച്ചില്ല. എന്നത് ഞാൻ ആരെന്ന് മനസ്സിലായ? നീയൊക്കെ ഇപ്പൊ പറഞ്ഞില്ലേ ടുങ്കുടു ഉണ്ടെന്ന് പറഞ്ഞ ആ ഹിമയാണ് ഞാൻ. എടാ നിന്നെയൊക്കെ ഞാൻ ഇങ്ങനെയൊക്കെ പോലെയുള്ള കുറെ എണ്ണത്തിന് കുറെ നാളുണ്ട്. എടീ നീ പോയിക്കോ, ഞാൻ ഇവിടെ വരെ നോക്കിക്കോളാം. ഞാനൊന്നും പറഞ്ഞില്ല, മല്ലനാണ് പറഞ്ഞത്. ഇനി പറയോടാ, ഏതെങ്കിലും പെണ്ണുങ്ങളെ പറയോടാ. പറഞ്ഞില്ലേ പറയില്ലെന്ന്.